വരുവാനായിട്ട് പോകുന്ന ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം തന്നെ സീസൺ ഓപ്പണർ ആണെന്നും എതിരാളികൾ മോഹൻ ബഗാൻ ആണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ നമുക്ക് നേരത്തെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നതാണ്. ഇനി ഈ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി ഒരു വ്യക്തത, അതായത് ഒഫീഷ്യലായിട്ട് അനൗൺസും കൂടി, അതായത് ഫിക്സറും കൂടി പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. നമുക്ക് അറിയാൻ പറ്റുന്ന സാഹചര്യം അനുസരിച്ച് ഫിക്സർ എല്ലാം നിലവിൽ ഡൺ ആയിട്ടുണ്ട് എന്നാണ്. അതുമാത്രമല്ല വീക്കിലി 13 മത്സരങ്ങൾ ഉണ്ടാകുമെന്നും മൊത്തത്തിൽ 91 മത്സരങ്ങൾ ഉണ്ടാകുമെന്നും നമുക്ക് നിലവിൽ അറിയുവാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ മത്സരത്തിൽ മോഹൻ ബഗാനെ നേരിടുകയാണെങ്കിൽ ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുവാനായിട്ട് സാധ്യതയുള്ള ഒരു സാധ്യത 11 നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ ഒരു സാധ്യത 11 നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പറായിട്ട് നിലവിൽ ഉള്ളത് സച്ചിൻ സുരേഷ് തന്നെയാണ്. അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും ലൈനപ്പിൽ ഇടം ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകൾ. ഈ ഡിഫൻസിലേക്ക് വരുമ്പോൾ ഒരു ഇന്ത്യൻ സെൻട്രൽ ബാക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പറിന്റെ ഒരു ആവശ്യകത അവിടെ ഉണ്ട്. അതിനാൽ അവിടെ ബികാഷ് ഇംഗ്നാമിനും അതുപോലെ തന്നെ ഹോർമിപ്പാം ബ്രൂയേവിക്കും നല്ലൊരു സാധ്യത തന്നെ ആ ഒരു പൊസിഷനിൽ ഇന്ത്യൻ സ്റ്റോപ്പറിന്റെ ഭാഗത്ത് ഉണ്ട്. അതുമാത്രമല്ല മറ്റൊരു സ്റ്റോപ്പറായിട്ട് ഒമർ ബാ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിൽ ഈ ഒരു സീസണിലേക്ക് പുതിയതായിട്ട് എത്തിച്ചിട്ടുള്ള ഒമർ ബായ്ക്കും സാധ്യതയുണ്ട്. ഇങ്ങനെ രണ്ട് സെൻട്രൽ ബാക്ക് ടീമിൽ ഉണ്ടാവാൻ, അതായത് സ്റ്റോപ്പേഴ്സ് ടീമിൽ ഉണ്ടാവേണ്ട സാധ്യതകളുണ്ട്. ഇനി ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് പൊസിഷനിലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ താരം തന്നെയായിട്ടുള്ള അമീർ ആർണോയുടെ ബന്ധം തന്നെ ഐവാൻ ഡോഗിനിങ്ങിനും ഈ ഒരു സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി ബ്ലാസ്റ്റേഴ്സിന് ഈ നമ്മളിപ്പോൾ ക്രിയേറ്റ് അല്ലെങ്കിൽ ഇമാജിൻ ചെയ്തിട്ടുള്ളത് ഒരു 4-3-3 എന്ന് പറയുന്ന ഒരു ഫോർമേഷനാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഡിഫൻഡേഴ്സ് ശരിയായെങ്കിൽ ഇനി നമുക്ക് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ബ്ലാസ്റ്റേഴ്സ് പുതുതായിട്ട് ഈ ഒരു റഷ്യനിടയിൽ ബ്ലാസ്റ്റേഴ്സ് പെട്ടെന്ന് തന്നെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന റൗളിൻ ബോർജസ് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ മിഡ്ഫീൽഡറാണ്. അതായത് സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിലൊക്കെ തന്നെ ഒരുപാട് മികവ് കാണിച്ചിട്ടുള്ള FC ഗോവയ്ക്ക് വേണ്ടിയൊക്കെ തന്നെ പലപ്പോഴായിട്ട് മികവ് കാണിച്ചിട്ടുള്ള താരമാണ് റൗളിൻ ബോർജസ്. അദ്ദേഹത്തിന് ഒരു സാധ്യത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ താരമായിട്ടുള്ള മാർലോൺ റൂസും അതുപോലെ തന്നെ വിപിൻ മോഹനനും മികച്ച പ്രകടനം കാഴ്ചവെക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ 3 പേരെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ലെഫ്റ്റ് വിങ് പൊസിഷനിൽ കെവിൻ യോക്കെ എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മറ്റൊരു മുന്നേറ്റത്തിന്റെ താരവും, അതുപോലെ തന്നെ ഈ ഒരു റൈറ്റ് വിങ്ങിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ യങ് യൂത്ത് അല്ലെങ്കിൽ ഒരു യൂത്ത് പ്രൊഡക്റ്റ് എന്ന് വേണം നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്ന കോറു സിംഗും ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരു മികവ് കാണിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കറായിട്ടുള്ള വിക്ടർ ബെർത്തമീനും ഒരു മികവ് കാണിക്കുവാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ചതായി തന്നെ ആദ്യത്തെ മത്സരത്തിൽ, അതായത് മോഹൻ ബഗാനെതിരെയുള്ള ഒരു മത്സരത്തിൽ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് 3 പോയിന്റ് സെക്യൂർ ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ പുതിയ ടീമാണ്, പുതിയ കംപ്ലീറ്റ്ലി കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സൂപ്പർ കപ്പിനെ വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ ഒരു ടീം തന്നെ മൊത്തത്തിൽ മാറിയുള്ള ഒരു സാഹചര്യത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സ്ക്വാഡുമായിട്ട് ഇറങ്ങുവാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ താരങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വലിയൊരു മാറ്റമില്ലാത്തതെങ്കിൽ പോലും അവരുടെ ഇടയിലും നല്ലൊരു മാറ്റമൊക്കെ തന്നെ വന്നിട്ടുണ്ട്, ടീം വരുത്തിയിട്ടുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ടീമൊന്ന് സെറ്റായി എടുക്കേണ്ടത് അല്ലെങ്കിൽ ആയി വരേണ്ടത് വളരെയധികം പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ മാത്രമേ ഒരു മികവോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ മത്സരത്തിൽ പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഒരു ലീഗ് സ്ട്രക്ചർ ആയതിനാൽ തന്നെ ഓരോ മത്സരം ജയിക്കേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ജയിക്കുകയാണെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ലഭിക്കുന്ന പോയിന്റ് വെച്ച് 1ാം സ്ഥാനത്ത് എത്തിയെങ്കിൽ മാത്രമേ ഇക്കുറി ഈ ഒരു ലീഗ് ജയിക്കുവാനായിട്ട് സാധിക്കൂ, അല്ലെങ്കിൽ ചാമ്പ്യൻ ആകുവാനായിട്ട് ഈ ഒരു ISL സീസണിന് സാധിക്കുകയുള്ളൂ. അതിന് പിന്നിലെ കാരണങ്ങളെല്ലാം തന്നെ നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സോ ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ മത്സരത്തിൽ തന്നെ വിജയിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.